Wasn't that beautiful? Such a nice. എന്താ പറയാ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവും അല്ലേ അതിന്റെ കളികളും ബഹളങ്ങളൊക്കെ. തീർച്ചയായിട്ടും ഇങ്ങനെ എവിടെയെങ്കിലും ഇപ്പൊ നിങ്ങൾ യാത്ര ചെയ്യുവാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ ഞങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പോയി അന്വേഷിക്കുക. തീർച്ചയായിട്ടും എവിടെയെങ്കിലും കാണും കേട്ടോ ഡോൾഫിൻസിന്റെ മേളങ്ങൾ. ഇപ്പം നാട്ടിലാണ് ഞാൻ പറഞ്ഞല്ലോ, ഗോവയിലൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അല്ല ഐ എം നോട്ട് ഷുവർ ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ട്. എന്തൊക്കെയായാലും ദാറ്റ് വാസ് അബൌട്ട് ഇന്നത്തെ നമ്മുടെ ഒരു നിങ്ങളും കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഷോ അല്ലേ. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടതായിരിക്കും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും പോവാൻ. താഴെ എഴുതി കാണിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, എളുപ്പമുള്ള ഒരു സംഭവമാണ്. ഇപ്രാവശ്യത്തെ കലോത്സവത്തിന് കിരീടം നേടിയ രണ്ട് ജില്ലകളാണ്. ആ ജില്ലകൾ ഏതൊക്കെയാണെന്നാണ്. ജില്ലകളുടെ പേരാണ് നമുക്ക് 2016 916 എന്നാണ് ഈ രണ്ട് ഷെയർ ചെയ്ത പോയിന്റ്സ് എത്ര 916 ആണ് ഈച്ച്. പറയാൻ സുഖമുണ്ട്. സ്വർണത്തിന്റെ കാര്യമൊക്കെ 916. തീർച്ചയായിട്ടും. അപ്പൊ എന്തൊക്കെയാലും ആ ജില്ലകളുടെ പേര് നിങ്ങൾ അയക്കുക. ടു വിൻ 2 ടിക്കറ്റ്, ഒരു കപ്പിൾ ടിക്കറ്റ് ആണ് നമ്മുടെ ഇരിക്കുന്നത്. ടു ഗോ ടു ലാറ്റിനോ സർക്കം ഇൻ അബുദാബി. അപ്പൊ ഫെബ്രുവരി വരെ നടക്കുന്ന ഒരു സർക്കസ് ഇവന്റ് ആണ്. അപ്പൊ ഓൾറെഡി നമ്മൾ വിളിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലെ, വിന്നേഴ്സിനൊക്കെ ഓൾറെഡി വിളിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. എന്തെങ്കിലും ഇനി വിളിച്ചിട്ടില്ലെങ്കിലൊക്കെ വിളിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ബി പ്രിപ്പയർഡ് ഫോർ ദ സെയിം. ഐ തിങ്ക് ദെൽ ബി നീഡിങ് യുവർ മെയിൽ ID ഒക്കെ വേണമെന്ന് തോന്നുന്നു ടു സെൻഡ് ദ ടിക്കറ്റ്സ്. അപ്പൊ എന്തൊക്കെയാലും ദാറ്റ്സ് ഓൺ വൺ സൈഡ്. അപ്പം നിങ്ങൾക്ക് ഇതിപ്പോ വിന്നർ ആവണമെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ SMS റൈറ്റ് ആൻസർ ഉള്ള SMS അലോങ് വിത്ത് യുവർ നെയിം താഴെ ഫോർമാറ്റ് കാണുന്നുണ്ട്, ആ ഫോർമാറ്റിൽ തന്നെ അയക്കുക. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് പത്രങ്ങളിലോട്ട് ഐ തിങ്ക് പത്രങ്ങളിലേക്ക് നമുക്ക്. ഹലോ ഗുഡ് മോർണിംഗ്. ആരാത്? രാജേഷ്. എന്തൊക്കെയാണ് രാജേഷ് വിശേഷം? വസ്ത്രങ്ങളൊക്കെ മാറിയോ? ഇല്ല, അവധിയാണ്. അപ്പൊ ഇപ്പം ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിലേക്ക് പോയെന്ന് പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, അപ്പൊ കുറച്ചൊക്കെ ഉഷാറായോ? വരുന്നു. ഓക്കെ, സോ രാജേഷ് വേറെ എന്തൊക്കെയാണ് പ്ലാൻ ഇന്നത്തെ ദിവസം? ഇനിയിപ്പോ വീക്കെൻഡ് ആണ്, എന്തൊക്കെയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്? പിന്നെ എന്റെ ബ്രദറിന് ഇപ്പം ഒരു ഇന്റർവ്യൂ വിളിച്ചോണ്ട് എന്റെ ബ്രദർ ഇവിടെ വിസിറ്റിംഗ് ആയിരുന്നു. എന്നാണ് ഇന്റർവ്യൂ? വന്നു ഓൾറെഡി? ഓൾറെഡി വന്നു. ഇവിടെ ഇന്ന് സുലേഖ ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ ആണ്. ശരി, അപ്പൊ ഇനിയിപ്പോ ബ്രദറിനെയും കൊണ്ടിട്ട് കാണിക്കണ്ടേ ദുബായ് ഒക്കെ, ഗ്ലോബൽ വില്ലേജ് പോണ്ടേ? അതെ, ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. പോയാ? മിറാക്കിൾ ഗാർഡനിൽ പോയി, എല്ലായിടത്തും പോയി. മാത്രം പോകണം. അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു അറൌണ്ട് ദി വേൾഡ്. എന്തെങ്കിലും രാജേഷ് മിസ്സാക്കി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അറൌണ്ട് ദി വേൾഡ് ഡെസേർട്ട് സഫാരി ഒക്കെ ഞങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു. എന്തൊക്കെയാലും പോവാ, എൻജോയ് ചെയ്യണം. എന്തോ ഇത് ഷാരു, പിങ്ക് ഇട്ടത് ഷാരു, ഇത് അനുഷ. പിങ്ക് ഇട്ടത് ഷാരു. വിളിച്ചത് ഞാനാണ് രാജേഷ്. അന്നും രാജേഷ് ചോദിച്ചിരുന്നു ഏതാണ് ഷാരി തന്നെ ചോദിച്ചത്. അതെ, ഷാരി അല്ല, ഷാരു. ഓക്കെ, എന്തെങ്കിലും രാജേഷ്. യെസ്, ഷാലു. അടുത്ത പാട്ട് നല്ലൊരു പാട്ട് രാജേഷിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തായിരുന്നു. മൊത്തം പ്രോഗ്രാം കണ്ടില്ലെന്ന് തോന്നല്ലോ. ലാസ്റ്റ് സോങ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പൊ കുഴപ്പമില്ല, അന്ന് കുഴപ്പമില്ല. അടുത്ത സോങ് എന്തായാലും രാജേഷിന് വേണ്ടിട്ട്. ഓക്കെ രാജേഷ്, ആൻഡ് രാജേഷിന്റെ ബ്രദറിനോട് ഓൾ ദി വെരി ബെസ്റ്റ്. ഇന്റർവ്യൂവിന് പറയണം കേട്ടോ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം പറയരുത്, ചോദ്യത്തിന് ഉത്തരം പറയരുത്. പക്ഷെ ഞാൻ ഇന്നലെ അയച്ചു, ഞാൻ അയച്ചു, ഗുഡ് ഈവനിങ് ഇമെയിൽ അയച്ചു, അമ്മക്കൊന്നും ഇല്ലേ. ഇനി അയച്ചുകൊണ്ടിരിക്കും, ഒരുപാട് പേര് ഇതുപോലെ അയച്ചുകൊണ്ടിരിക്കും. രാജേഷിന്റെ ആ വിളി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. രാജേഷ്, ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, ബൈ. രാജേഷ് കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുന്നത് ഈ പേരിലാണ് കിട്ടുന്നത്. എത്രയോ പേര് അയച്ചോണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അവർക്കൊക്കെ ആർക്കും എന്തെങ്കിലുമൊക്കെ എല്ലാ ദിവസവും എല്ലാവരും ലക്കി ആവണം എന്നില്ലല്ലോ അല്ലെ. എത്രയോ പേര് 1 2 3 4 SMS ഒക്കെ ഒരേ നമ്പറിൽ അയക്കുന്നുണ്ട്, ഒരേ പേര്. പിന്നെ ഒരു പേരിട്ടിട്ട് 4 SMS ഒക്കെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആർക്കൊക്കെ കിട്ടും. എക്സാമ്പിൾ ഇന്നലത്തെ വിന്നർ അല്ലെ, അപ്പൊ അമ്മയുടെ പേരിട്ടായിരുന്നു അയച്ചിരുന്നത്. എടുത്താള് വേറൊരാളെ നമ്മൾ പേരൊക്കെ ചോദിക്കുകയാണ്, പക്ഷെ അയച്ചത് അമ്മയുടെ പേര്. ഞങ്ങള് ലാസ്റ്റ് വിളിക്കുകയും ചെയ്യുന്നു, സംസാരിക്കുകയും ചെയ്യുന്നു. ആരാ ലക്കി നമുക്ക് പറയാൻ പറ്റില്ല. വീണ്ടും താഴെ ക്വസ്റ്റ്യൻ ആൻസർ കാണാം, ഫോർമാറ്റ് കാണാം. സോ എത്രയും പെട്ടെന്ന് അയച്ചു തുടങ്ങാം. പെട്ടെന്ന് കലോത്സവത്തില്
2 പിന്നെ ജില്ലകളാണ് നേടിയത്, കിരീടം നേടിയത്, ഷെയർ ചെയ്തത്. 916 എന്ന പോയിന്റ് ഷെയർ ചെയ്ത് 2 ഡിസ്ട്രിക്റ്റ് ആണ്. ആ ജില്ല ഏത് എന്നതാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ പെട്ടെന്ന് അയക്കാം. രാജേഷെ പേടിക്കാൻ, ഐ മീൻ സങ്കടപ്പെടണ്ട, ഇനിയും അയച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് എന്തായാലും രാജേഷ് ഒട്ടും ഡിസപ്പോയിന്റ് ആവണ്ട. രാജേഷിനെ പോലെ ഒത്തിരി പേരുണ്ടെന്ന് അറിയാം. ബട്ട് വാട്ട് ക്യാൻ വി ഡു? നമ്മുടെ എപ്പിസോഡ് 2 ടിക്കറ്റ് നമ്മുടെ കയ്യിലുള്ളൂ. അതുപോലെ തന്നെ പല എന്താ പറയാ, നമ്മുടെ പ്രോഗ്രാംസ് ഒത്തിരി ഉണ്ടല്ലോ, ദിവസങ്ങളേറെ. കുഴപ്പമില്ല, നാളെ ഉണ്ട്, നാളെ അയക്കും, ഇന്നും അയക്കും, ഒക്കെ അയക്കാം. അപ്പൊ എപ്പോഴാ കിട്ടാന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ പല പല പേര് അയക്കും. ഇപ്പൊ രാജേഷിന്റെ പേരല്ലെങ്കിൽ ഇപ്പൊ രാജേഷിന്റെ അമ്മയോടോ അല്ലെങ്കിൽ ബ്രദറിന്റെ ഒക്കെ പേര് അയക്കാം. മേ ബി അവരുടെ പേരൊക്കെ ലാക്കി നമുക്ക് പറയാൻ പറ്റില്ല. എന്തൊക്കെയാ നമുക്ക് ഇനി പത്രവിശേഷങ്ങളാണ്. പത്രങ്ങളോട്ട് പത്രങ്ങളിലേക്ക് പോകാം. പത്രങ്ങളിലേക്ക് ഫുൾ പരസ്യം തന്നെയാണ് കേട്ടോ, ഫുൾ പേജ് പരസ്യമൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്ന ദിവസം ജനുവരി 22, 2015 വ്യാഴം. എനിക്ക് ഫസ്റ്റ് പേജിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ മറക്കണം, എന്നാലും എനിക്ക് ഫസ്റ്റ് പേജിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേജിലേക്ക് പോകാം. ഇതിന് ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് കൗമാരത്തിന് 916ന്റെ സ്വർണ്ണ തിളക്കം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിറാജ് കോഴിക്കോട്ടും പാലക്കാട്ടും 916 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാ പത്രങ്ങളും പാലക്കാട് കിരീടം പങ്കിട്ടു എന്നൊക്കെ പറഞ്ഞ ഇവിടെ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. സ്കൂൾ കലോത്സവത്തിൽ വിജയ കിരീടം പങ്കിട്ട കോഴിക്കോട് പാലക്കാട് ടീമുകൾ. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബീൽ നിന്ന് സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയൊരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ കോഴിക്കോടും പാലക്കാടും കിരീടം പങ്കിട്ടു എന്ന് പറഞ്ഞിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ന്യൂസിലേക്ക് പോകാം. കലയുടെ മിഠായി തെരുവിൽ കോഴിക്കോടും പാലക്കാടും കിരീട മധുരം പങ്കിട്ടു. 7 സുന്ദര രാത്രികൾക്കൊടുവിൽ വിരുന്നുകാരും വീട്ടുകാരും 916 എന്ന മാന്ത്രിക സംഖ്യയിൽ ഒപ്പമെത്തിയാണ് കനക കിരീടത്തിൽ ഒരുമിച്ച് തൊട്ടത്. ആദ്യ ദിനം തൊട്ടേ മുന്നിൽ കയറിയ പാലക്കാട്ടിനൊപ്പം അവസാന ലാപ്പിൽ കുതിച്ചോടിയാണ് കോഴിക്കോടെത്തിയത്. ആദ്യ 6 മാസം കോഴിക്കോട്ടും അടുത്ത 6 മാസം പാലക്കാട്ടും സ്വർണ്ണക്കപ്പ് സൂക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഫോട്ടോ ഒക്കെ ഉണ്ട്. ജേതാക്കളായ പാലക്കാടും കോഴിക്കോടും ട്രോഫി ഏറ്റുവാങ്ങുന്നതിന്റെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ന്യൂസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. എല്ലാ പത്രങ്ങളിലും സെയിം ന്യൂസ് തന്നെയാണ്. അതെ, 2ാം സ്ഥാനത്ത് തൃശ്ശൂരാണ്. ഫസ്റ്റ് ആദ്യം നേടിയത് കോഴിക്കോടും പാലക്കാടും, പിന്നെ 2ാം സ്ഥാനം തൃശ്ശൂർ. അടുത്ത കലോത്സവം എറണാകുളത്ത് എന്നും പറഞ്ഞിട്ട് ന്യൂസ് എറണാകുളത്താണ്. അപ്പൊ അടുത്ത കലോത്സവം നടക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ ന്യൂസ് ഉണ്ട്. സോ അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു മെയിൻ ന്യൂസ്, ഒരു കൗതുക വാർത്ത തന്നെയാണ്. ഇതാ പറന്നുയരുന്നു ആദ്യ സൗരോർജ വിമാനം. സംതിങ് ശരിക്കും പറഞ്ഞ ഒരു കൗതുക വാർത്ത തന്നെയാണ്. സൗരോർജം ഇന്ധനമാക്കി പറക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനം സോളാർ ഇമ്പൾസ് സജ്ജമായി എന്ന് പറഞ്ഞാൽ തലക്കെട്ട്. നമുക്ക് വാർത്തയിലേക്ക് പോവാം. അബുദാബി സൗരോർജം ഇന്ധനമാക്കി പറക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനം സോളാർ ഇമ്പൾസ് 2 ആദ്യ പറക്കലിന് തയ്യാറാവുന്നു. അടുത്ത മാസം അവസാനമോ മാർച്ച് ആദ്യവാരമോ ആയിരിക്കും അബുദാബിയിൽ നിന്ന് സോളാർ ഇമ്പൾസിന്റെ ആദ്യ പറക്കൽ. ഇന്ത്യയിൽ അഹമ്മദാബാദിലും വാരണാസിയിലും ഈ വിമാനം എത്തും. രാത്രിയും പകലുമായി 35,000 കിലോമീറ്റർ പറക്കാൻ തയ്യാറെടുക്കുന്ന വിമാനത്തിന് 12 ലക്ഷം സ്ഥാനങ്ങളാണ് ഉള്ളത്. ഒരു തുള്ളി പോലും പരമ്പരാഗത ഇന്ധനം ഉപയോഗിക്കാതെയുള്ള ഈ പറക്കലുമാണിത് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കൗതുകമായ ന്യൂസ് ആണ്. എന്തൊക്കെയായാലും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു ന്യൂസ്, 54 ലക്ഷം പേർക്ക് കൂടി 1 രൂപയ്ക്ക് അരി എന്നൊരു ന്യൂസാണ്. തിരുവനന്തപുരം റേഷൻ കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾക്ക് പരിഹാരം. ഫോട്ടോ എടുക്കൽ ക്യാമ്പിലെത്തുന്നവർക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാനും കൂടുതൽ ജീവനക്കാരെ നിയമിക്കുവാനും ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. റേഷൻ കാർഡ് പുതുക്കൽ നടപടികൾ ജനങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടാകുന്നുവെന്ന വ്യാപക പരാതിയുടെ പശ്ചാത്തലത്തിലാണ് മന്ത്രിസഭ ഇക്കാര്യം ചർച്ച ചെയ്തത് എന്നാണ്. അതുപോലെ മറ്റൊരു ന്യൂസ് ഉള്ളത് വിഴിഞ്ഞത്തിന് ഇടക്കാല ആശ്വാസം എന്ന് പറഞ്ഞ ഒരു ന്യൂസാണ്. അതിന് മുമ്പ് നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ആരിത്? എന്റെ പേര് വരുൺ ആണ്. വരുൺ എവിടുന്ന് വിളിക്കുന്നു? വരുൺ, ഞാൻ ദുബായിലാണ് വിളിക്കുന്നത്. ഇതിപ്പം വീക്കെൻഡ് ആയി, ജോലി ഉണ്ട് ഇപ്പൊ രാവിലെ അതോ? അല്ല, എനിക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്, നൈറ്റ് പോകണം. ഷിഫ്റ്റ് ഡ്യൂട്ടി ആണ്. അപ്പൊ പകൽ സമയമൊക്കെ ഇപ്പൊ ഉറക്കമൊന്നും കിട്ടാറില്ലേ? ഉറങ്ങും, ഉച്ചയാകുമ്പോഴത്തേക്കും ഉറങ്ങും. ഉഷാറില്ല. അയ്യോ, ഉഷാറില്ലാത്തപ്പോ ഞങ്ങളും ഇങ്ങനെ അല്ല, അതിപ്പോ ഉറങ്ങി എണീറ്റുണ്ട്. പറ്റത്തില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട് വരണം? ഇവിടെ വീട്ടിലെ വൈഫുണ്ട്, ഒരു മോനും ഉണ്ട്. മോൻ എന്ത് ചെയ്യുന്നു? കുഞ്ഞാണ്, കുഞ്ഞാണ്, നഴ്സറി പോകുന്നുണ്ട്. 2.5 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അപ്പം വീട്ടിലുള്ളപ്പോ മോൻ ഇപ്പൊ സ്കൂളിലായിരിക്കല്ലോ. വരുൺ, അപ്പൊ വരുൺ ഇന്നത്തെ ദിവസം സ്പെഷ്യാലിറ്റി ഉണ്ടോ? വരുൺ, ഇന്നത്തെ ദിവസം സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഇല്ല. അപ്പൊ ഇങ്ങനെ വീക്കെൻഡ് ഒക്കെ ആണ്, നിങ്ങൾക്ക് പ്ലാൻ ചെയ്തോ ഫാമിലി ആയിട്ട് ഔട്ടിങ്ങിനൊക്കെ?
പോണം, നാളെ പോണമെന്നിരിക്കുന്നു. എവിടെയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫോർ ദ വീക്കെൻഡ്? അങ്ങനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഗ്ലോബൽ വില്ലേജ് പോയോ? ഗ്ലോബൽ വില്ലേജ് പോയില്ല. മിറാക്കിൾ ഗാർഡനിൽ പോയോ? മിറാക്കിൾ ഗാർഡനിൽ ഈ വർഷം പോയില്ല. അയ്യോ, അപ്പൊ ഇതൊക്കെ മിസ്സാക്കുവാ. വൈഫ് അടുത്തുണ്ടോ? പോണം. ഉണ്ടല്ലോ, ടൈം ഉണ്ടല്ലോ. അതെ, വൈഫ് അടുത്തുണ്ടോ? വൈഫ് ഉണ്ട്, അടുത്തുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു ഹൈ ഞങ്ങളുടെ വലിയ അന്വേഷണങ്ങൾ പറയാം കേട്ടോ. വൈഫിന്റെ പേര് എങ്ങനെയാ വരും? കൊച്ചിന്റെ പേര് ശ്രീദേവി. ശ്രീദേവി. ഓക്കെ, എന്തെങ്കിലും ശ്രീദേവി കുട്ടിക്കും ഞങ്ങളുടെ വലിയൊരു അന്വേഷണങ്ങൾ പറയാം. ഓക്കെ, മോന്റെ പേര് സാഗർ കൈലാസ്. കേട്ടില്ല. അയ്യോ, എന്താ പേര് ഒന്നുകൂടി? സാഗർ കൈലാസ്. സാഗർ നല്ല പേര്. എന്തൊക്കെയായാലും വരുൺ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. വരുൺ, എല്ലാവരും ഞങ്ങളുടെ സ്പെഷ്യൽ അന്വേഷണം അറിയിക്കാം കേട്ടോ. ഓക്കെ, ബൈ, ടേക്ക് കെയർ. ബൈ. അപ്പോ സാഗർ കൈലാസ്, നല്ല പേര്. നല്ല പേരല്ല, വലിയൊരു പേര്. ആക്ച്വലി കൊച്ചാൾക്ക് വലിയൊരു പേര് എന്നൊക്കെ പറയുന്ന പോലെ വെരി നൈസ് നെയിം. അപ്പൊ അതുപോലെ നമുക്ക് അറിയാം, ഇപ്പൊ ഈ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർക്കൊക്കെ ഒരു വലിയ പ്രശ്നമാണ് ഉറക്കമില്ലായ്മ അല്ലേ? പകൽ സമയത്തൊക്കെ എങ്ങനെയാ ബാലൻസ് ചെയ്യാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. ചിലപ്പോ ഷിഫ്റ്റ് മാറും, അങ്ങോട്ടേക്ക് മാറും, ഇവിടേക്ക് മാറും. നമ്മള് ജോലിയല്ലേ, നമുക്ക് ചെയ്തിരിക്കാൻ. തീർച്ചയായിട്ടും. എന്തായാലും വരുണും ശ്രീദേവി കുട്ടിയൊക്കെ നല്ലൊരു ശുഭദിനം ഞങ്ങൾ നേരുന്നു. നമ്മൾ നമ്മള് വായിച്ചതാണ് വിഴിഞ്ഞത്തിന് ഇടക്കാലാശ്വാസം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതിക്ക് പരിസ്ഥിതി അനുമതി നൽകിയതിനെതിരെയുള്ള ഹർജികൾ പരിഗണിക്കാനുള്ള ദേശീയ ഹരിത ട്രൈബ്യൂണൽ മുഖ്യ ബെഞ്ചിന്റെ തീരുമാനം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. NGTയുടെ തീരുമാനത്തിനെതിരെ തുറമുഖ കമ്പനിയും സംസ്ഥാന സർക്കാരും നൽകിയ ഹർജികൾ 6 ആഴ്ചയ്ക്കകം വിശദമായ വാദത്തിന് പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് HL ദത്തും ജഡ്ജിമാരായ AK സിക്രി, അരുൺ മിശ്ര എന്നിവരുടെ ബെഞ്ച് തീരുമാനിച്ചു എന്നാണ് ന്യൂസ് ഉള്ളത്. അതിനു മുമ്പ് ഒരു ചെറിയൊരു ഫോട്ടോ കാണിക്കാം. കപ്പിനും മന്ത്രിക്കും ഇടയിൽ അതൊരു ന്യൂസ്. കോഴിക്കോട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളന വേദിയിൽ മന്ത്രി PK അബ്ദുറബ് ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചപ്പോൾ കരിങ്കൊടിയുമായി വേദിയിലേക്ക് കുതിച്ച ആ ഫോട്ടോ നല്ലതാണ്. SFI പ്രവർത്തകനെ സ്വർണ്ണക്കപ്പിനും മന്ത്രിക്കും തൊട്ടുമുന്നിൽ SI G ഗോപകുമാർ നേരിടുന്ന ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ഒരു സിനിമാറ്റിക് തന്നെ തോന്നല് ഫോട്ടോ കണ്ടിട്ട്. വെരി ഫണി പിക്ചർ. ആൻഡ് ദെൻ വേറൊരു വാർത്തയിലേക്ക് പോവാം. ബേദി കോൺഫിഡന്റ് ഓഫ് വിന്നിംഗ് ഡൽഹീസ് കൃഷ്ണനഗർ സീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. കിരൺ ബേദിയുടെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. BJP on a firm footing as a result of Harshvardhan's hard work. BJP Chief Ministerial candidate Kiran Bedi arrives to file her nomination papers at Geeta Colony SDM office in New Delhi on Wednesday. New Delhi. Filing her nomination papers from East Delhi's Krishnanagar, Bharatiya Janata Party Chief Ministerial candidate Kiran Bedi on Wednesday said that her responsibility has increased after being fielded from the party's traditional seat. Bedi, who was accompanied by Union Minister Harshvardhan, Delhi BJP Chief Sadish Upadhyay, Vijay Goyal and Mahesh Giri reached the district electoral officers office at 12:05 PM എന്ന് പറഞ്ഞ ഒരു ന്യൂസ് അപ്ഡേറ്റ് കൊടുത്തിരുന്നത്. അപ്പം കിരൺ ബേദിയെ കാണുമ്പോൾ ശരിക്കും എനിക്ക് കുറച്ച് ഓർമ്മകളുണ്ട്. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ഓഫീസിൽ വി ഹാഡ് എ സെക്ഷൻ, ഒരു വുമൻസ് ഒളി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് വന്ന കിരൺ ബേദി ആയിരുന്നു. സച്ച് എ ബ്യൂട്ടിഫുൾ പുള്ളിയുടെ സ്പീച്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് എൻകറേജിങ് ആണ്. ഷി വാസ് ടെല്ലിങ് പുള്ളിയുടെ ഫസ്റ്റ് മാർച്ച് ഷി വാസ് പ്രഗ്നന്റ്. പുള്ളിക്കാരി പ്രഗ്നന്റ് ആയിരുന്നു ആ ഒരു ഫസ്റ്റ് മാർച്ച്. അപ്പം പുള്ളി പറയുന്നതാണ് എല്ലാ ദിവസവും 14 മണിക്കൂർ പ്രാക്ടീസ് വേണ്ടത് ആ ഒരു ഫൈനൽ മാർച്ചിലേക്ക്. ആ 1 മാസം 2 മാസമൊക്കെയാണ് പ്രാക്ടീസ് സെക്ഷൻസ്. ഒന്ന് വിചാരിച്ചു നോക്കിയ ഒരു പ്രഗ്നന്റ് ലേഡി ആ മാർച്ചൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന കാര്യം പോലും നമുക്ക് ഓർക്കാൻ വയ്യ. അപ്പൊ അത്രയ്ക്കും ഷീ ഈസ് വെരി സ്ട്രോങ് ലേഡി. എപ്പോഴും ഞാൻ ഒരു ആരാധനയായിട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കിരൺ ബേദി. എനിവേസ് കിരൺ ബേദിയുടെ കുറെ വിശേഷങ്ങൾ നമ്മളിപ്പോ കേട്ടു. നമുക്ക് വേറൊരു അടുത്ത ന്യൂസ്. മാണിക്കെതിരെ കോൺഗ്രസിലും പടയൊരുക്കം എന്നൊരു ന്യൂസാണ്. ബാർക്കോഴ കേസിൽ ആരോപണ വിധേയനായ മാണിക്കെതിരെ കോൺഗ്രസിലും പടയൊരുക്കം. കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് മാണിക്കെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആരോപണ വിധേയനായ മാണിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് സാഹചര്യത്തിൽ അടുത്ത വർഷത്തെ ബജറ്റ് മുഖ്യമന്ത്രി അവതരിപ്പിക്കരുതെന്ന് കോൺഗ്രസ് വക്താവ് അജയ് തറയിൽ പരസ്യമായി അഭിപ്രായപ്പെട്ടു എന്നാണ് ന്യൂസ്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു സോങ്ങിലേക്ക് പോകാം. അതിന് മുമ്പ് ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയാണ്. ഇപ്പൊ നമ്മൾ വായിച്ചു അല്ലെ? അതെ, ഇപ്പൊ നമ്മൾ വായിച്ചു. എനിക്ക് അതിനെ പേടി അറിയാതെ പറഞ്ഞു ആൻസർ. അതുകൊണ്ട് ഞാൻ ഓൾറെഡി നമ്മളിപ്പോ ന്യൂസ് ഒക്കെ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായി കാണുവാ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് അല്ലേ? തീർച്ചയായിട്ടും നമ്മളുടെ കലോത്സവത്തിൽ 916 എന്ന് ഞാൻ പറഞ്ഞു. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു 1, 2, 3 എന്ന് പറഞ്ഞു. 2 ഫസ്റ്റ് കിട്ടിയത് 916 എന്ന പോയിന്റോടെ കിട്ടിയ 2 ജില്ല.
share അപ്പൊ ആ ചെയ്യുന്ന രണ്ട് ജില്ലകളുടെ പേരാണ് നമുക്ക് വേണ്ടി താഴെ ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കാണിക്കുന്നത്. വിച്ച് ആർ ദ two districts that won the youth festival? SMS ഫോർമാറ്റ് ഉണ്ട്, NTV സ്പേസ്. നിങ്ങളുടെ ആൻസർ ഈ രണ്ട് ജില്ലകളുടെ പേരാണ് നമുക്ക് ആവശ്യം. സ്പേസ് നിങ്ങളുടെ പേര്, അപ്പൊ പേര് വെക്കാതെ അയക്കാനും മറക്കരുത്. സോ പ്ലീസ് സെൻഡ് ഇൻ ദ റൈറ്റ് ഫോർമാറ്റ്. അപ്പൊ എന്തൊക്കെ നമുക്ക് നല്ലൊരു പാട്ട് നിങ്ങളെല്ലാവരും രാജേഷ് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. രാജേഷ് നല്ലൊരു ദിവസം തന്നെ ഞങ്ങൾ നേരുന്നു. വെരി ഹാപ്പി വീക്കെൻഡ്. രാജേഷിന്റെ ബ്രദറിന്റെ ഇന്റർവ്യൂ എന്ന് കേട്ടു. അപ്പം ബ്രദറിന് ഓൾ ദി വെരി ബെസ്റ്റ്. അതുപോലെ തന്നെ നമ്മളെ വിളിച്ച വരുണിന്റെ വൈഫ് ശ്രീദേവിക്കും അതുപോലെ തന്നെ മോൻ സാഗർ കൈലാസ് അല്ലെ. അപ്പൊ 3 പേർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മുടെ പാട്ട്. അപ്പൊ നിങ്ങൾ എനർജി ആവട്ടെ അല്ലെ, നല്ലൊരു എനർജി കൂടെയൊക്കെ ആവും. ബാക്കിയുള്ള വിശേഷങ്ങൾ വാർത്തകൾ നമുക്ക് കിടക്കുകയാണ് ഇനി വായിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇന്നത്തെ വിന്നർക്ക് ആരെന്നറിയാം, എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അപ്പൊ സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ലേറ്റ് യെറ്റ്. വി ഹാവ് ഗോട്ട് another half an hour. നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് അയക്കോട്ടെ, ഇത്രയും സിമ്പിൾ ആയിട്ട്. അതെ, അപ്പൊ അത് നല്ലൊരു പാട്ട് കാണാം. തിരിച്ചാൽ